വഞ്ചിയിൽ പഞ്ചാര ചാക്കു വെച്ചു, തുഞ്ചത്തിരുന്നു തുഴഞ്ഞു കുഞ്ചു, ഇഞ്ചി കടിച്ചു രസിച്ചു കുഞ്ചു. പണ്ടൊരു കാട്ടിൽ വികൃതിയായ ഒരു കുരങ്ങൻ താമസിച്ചിരുന്നു. വികൃതി കുരങ്ങൻ വികൃതി കുരങ്ങൻ താഴെ വീണു തോന്നുന്നു. നമുക്ക് നോക്കാം. അയ്യോ, അയ്യോ, എന്റെ വാല് മുറിഞ്ഞേ. അയ്യോ, കരഞ്ഞിട്ട് കാര്യമില്ല, വേഗം വൈദ്യരെ പോയി കാണൂ. വൈദ്യരെ, വൈദ്യരെ, ഒന്ന് വേഗം വായോ. എന്താ, എന്തു പറ്റി? എന്തിനാ കിടന്ന് നിലവിളിക്കുന്നത്? എന്റെ വാല് മുറിഞ്ഞു, വേഗം മരുന്ന് വെച്ച് കെട്ടിത്തരണം. നോക്കട്ടെ. അയ്യോ വൈദ്യരെ, ഈ ചതി എന്നോട് വേണ്ടായിരുന്നു. എടോ മർക്കടാ, കിടന്ന് നിലവിളിക്കാതെ. ആ വാല് കൊണ്ട് ഒരു പ്രയോജനവുമില്ല. മുറിഞ്ഞ വാൽ മുറിച്ചു കളയണം, അതാ രീതി. എന്നാ പിന്നെ വാല് മുറിച്ച കത്തി ഇങ്ങ് തന്നേക്ക്. കത്തിയോ? എന്തിന്? വൈദ്യരെ, ഒന്നുകിൽ എന്റെ മുറിച്ച വാല് ചേർത്ത് തരണം, ഇല്ലെങ്കിൽ വാലിന് പകരം കത്തി വേണം. കുരങ്ങന്റെ ബഹളം സഹിക്കാനാവാതെ വൈദ്യര് കത്തി കൊടുത്തു. കത്തി വാങ്ങി കുരങ്ങൻ യാത്രയായി. ഒരു കുട്ടിയല്ലേ മാങ്ങ എറിയുന്നത്? ചെന്നാ ചിലപ്പോ ഒരു മാങ്ങ കിട്ടിയേക്കും. കുട്ടി, ഇങ്ങനെ മാങ്ങ എറിഞ്ഞാൽ അത് വീഴില്ല. ഈ കത്തി കൊണ്ട് എറിഞ്ഞു നോക്ക്, ഉറപ്പായും വീഴും. മാങ്ങ വീണു. എന്റെ കത്തി എവിടെ? കത്തിയോ? അതാ മാവിന്മേൽ തങ്ങിയിരിപ്പുണ്ട്. കൊള്ളാം, കത്തി വാങ്ങി മാങ്ങ എറിഞ്ഞിട്ട് ഇപ്പൊ കത്തിയില്ലെന്നോ? എനിക്ക് എന്റെ കത്തി ഇപ്പൊ കിട്ടണം. കത്തിയില്ലെങ്കിൽ എനിക്ക് ആ മാങ്ങ തരണം. കുരങ്ങന്റെ നിർബന്ധം സഹിക്കാനാവാതെ കുട്ടി മാങ്ങ കുരങ്ങന് കൊടുത്തു. കുരങ്ങൻ മാങ്ങയുമായി യാത്രയായി. വഴിയിൽ ഒരലക്കുകാരി പെണ്ണിനെ അവൻ കണ്ടു. എന്തുപറ്റി പെങ്ങളെ, അലക്കൊന്നുമില്ലേ? എന്തു പറയാൻ, അലക്കാൻ ധാരാളമുണ്ട്, പക്ഷെ വിശന്നിട്ട് വയ്യ. ഇതാ ഈ മാങ്ങ തിന്നോളൂ. പക്ഷേ പെണ്ണ് മാങ്ങ തിന്നു കഴിഞ്ഞപ്പോൾ കുരങ്ങന്റെ സ്വഭാവം മാറി. മാങ്ങ മൊത്തം തിന്നോ? എനിക്ക് ഇപ്പൊ അത് തിരിച്ചു കിട്ടണം. മാമ്പഴം തിന്നാൻ പറഞ്ഞു, ഞാൻ മാമ്പഴം തിന്നു. ഇനി എങ്ങനെയാ അത് തിരിച്ചു തരിക? അതൊന്നും പറഞ്ഞാ പറ്റില്ല. എനിക്ക് എന്റെ മാമ്പഴം തിരികെ വേണം, ഇല്ലെങ്കിൽ നീ എന്റെ കൂടെ വരണം. കുരങ്ങന്റെ ബഹളം സഹിക്കാതായപ്പോൾ പെണ്ണ് കുരങ്ങന്റെ കൂടെ പോയി. കുറേ ദൂരം പോയപ്പോൾ ഒരാൾ
ചക്കിൽ എണ്ണയാട്ടുന്നത് കണ്ടു. ഒരാൾ മാത്രം ചക്ക് തിരിക്കുന്നത് പ്രയാസമല്ലേ? ഈ പെണ്ണിനെ സഹായിയായി നിർത്തിക്കോളൂ. നന്നായി, വളരെ ഉപകാരം. പെണ്ണ് ചക്ക് തിരിക്കാൻ തുടങ്ങി. അല്പസമയം കഴിഞ്ഞപ്പോൾ കുരങ്ങൻ ബഹളം വെച്ചു. എനിക്കിവിടെ ഇരിക്കാൻ നേരമില്ല, എനിക്ക് പോകണം. നീ വാ പെണ്ണേ. അത് നടക്കില്ല, എന്നെ സഹായിക്കാൻ ആരുമില്ല. ഇവളിവിടെ നിൽക്കട്ടെ. എന്നാൽ ശരി, പെണ്ണിന് പകരം കുറച്ച് എണ്ണ തരൂ, ഞാൻ പോയിക്കോളാം. പെണ്ണിന് പകരം എണ്ണയും വാങ്ങി കുരങ്ങൻ സന്തോഷത്തോടെ പോയി. വഴിയിൽ ഒരമ്മൂമ്മ ദോശ ചുടുന്നത് കണ്ടു. എന്താ അമ്മൂമ്മേ, ഇങ്ങനെയാണോ ദോശ ചുടുന്നത്? ദോശ കണ്ടിട്ട് വട പോലെയുണ്ട്. മക്കളെ, എണ്ണയില്ലാത്തത് കൊണ്ടാ ദോശ മുറിഞ്ഞു പോണത്. അതാണോ കാര്യം? ഇതാ, ഈ എണ്ണ എടുത്തോളൂ. കുരങ്ങൻ കൊടുത്ത എണ്ണ കൊണ്ട് അമ്മൂമ്മ ദോശ ചുടാൻ തുടങ്ങി. എണ്ണ മുഴുവനും തീർത്തോ? അമ്മൂമ്മേ, എനിക്ക് എന്റെ എണ്ണ തിരികെ വേണം. ഇത് കൊള്ളാം, എണ്ണ കൊണ്ടല്ലേ ദോശ ചുട്ടത്. അമ്മൂമ്മ മക്കൾക്ക് ഒരു ദോശ തരാം, പോരെ? ശരി, ദോശയെങ്കിൽ ദോശ. ദോശയും വാങ്ങി കുരങ്ങൻ യാത്രയായി. വഴിയിൽ അവനൊരു ചെണ്ടക്കാരനെ കണ്ടു. ഹായ് ചെണ്ട. എന്താ ചെണ്ടക്കാരാ നിർത്തിക്കളഞ്ഞത്? രാവിലെ മുതൽ ഞാൻ ഈ ചെണ്ട കൊട്ടുന്നു, ക്ഷീണം കൊണ്ടിനി കൊട്ടാൻ വയ്യ. വിഷമിക്കണ്ട, ഈ ദോശ തിന്ന് ക്ഷീണം മാറ്റിക്കോളൂ. ചെണ്ടക്കാരൻ ദോശ വാങ്ങി ആർത്തിയോടെ തിന്നു. അപ്പോഴേക്കും കുരങ്ങൻ പതിവ് പോലെ ബഹളം വെച്ചു തുടങ്ങി. എനിക്കെന്റെ ദോശ വേണം. ദോശയോ? അത് ഞാൻ തിന്നുപോയല്ലോ. എനിക്കെന്റെ ദോശ വേണം, ഇല്ലെങ്കിൽ ഈ ചെണ്ട വേണം. കുരങ്ങന്റെ ബഹളം കലശലായപ്പോൾ ചെണ്ടക്കാരൻ തന്റെ ചെണ്ട അവന് കൊടുത്തു. കുരങ്ങൻ ചെണ്ടയും വാങ്ങി ഒരു മരത്തിന് മുകളിൽ കയറിയിരിപ്പായി. എന്നിട്ടോ വാല് പോയി കത്തി കിട്ടി, ഡും ഡും ഡും. കത്തി കൊടുത്തു, മാങ്ങ കിട്ടി, ഡും ഡും ഡും. മാങ്ങ കൊടുത്തു, പെണ്ണിനെ കിട്ടി, ഡും ഡും ഡും. പെണ്ണിനെ കൊടുത്തു, എണ്ണ വാങ്ങി, ഡും ഡും ഡും. എണ്ണ കൊടുത്തു, ദോശ വാങ്ങി, ഡും ഡും ഡും. ദോശ കൊടുത്തു, ചെണ്ട കിട്ടി, ഡും ഡും ഡും. ആര് പറഞ്ഞു മ്യാവൂ? ഞാനാ നിങ്ങളുടെ കാത്തു. ആര് പറഞ്ഞു മ്യാവൂ? ഞാനാ നിങ്ങളുടെ കാത്തു. എന്നോടൊപ്പം കൂടാൻ ആർക്കാണിഷ്ടം, ആർക്കാണിഷ്ടം. ആര് പറഞ്ഞു മ്യാവൂ? ഞാനാ നിങ്ങളുടെ കാത്തു. എന്നോടൊപ്പം കൂടാൻ ആർക്കാണിഷ്ടം, ആർക്കാണിഷ്ടം.
ഒരിക്കൽ ഒരു ഗ്രാമത്തിൽ തീരെ പൊക്കം കുറഞ്ഞ ഒരു ഭാര്യയും ഭർത്താവും താമസിച്ചിരുന്നു. ഉണ്ടനും ഉണ്ടിയും. കുഴിമടിയനായിരുന്നു ഉണ്ടൻ. പെരും കൊതിച്ചിയായിരുന്നു ഉണ്ടി. ഉണ്ടി ഒരു ദിവസം ഉറക്കമെണീറ്റപ്പോൾ അയൽവക്കത്ത് നിന്നും ഉണ്ണിയപ്പത്തിൻ്റെ മണം. ഉണ്ടിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. ഈശ്വരാ, കൊതി നോക്കിയിരിക്കാനാണല്ലോ എൻ്റെ വിധി. എടി, അവർ ഉണ്ണിയപ്പം ഉണ്ടാക്കട്ടെ, ചുട്ട് കഴിയുമ്പോൾ നമുക്ക് അങ്ങോട്ട് പോകാം. ഏതായാലും 2 തരാതിരിക്കില്ല. ഈശ്വരാ, 2 ഉണ്ണിയപ്പമോ? ആർക്ക് വേണം? അങ്ങനെ വിട്ടാൽ പറ്റില്ലല്ലോ. എനിക്കും അറിയാം ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ. എങ്ങനെ? സാധനങ്ങളൊക്കെ ഞാൻ എൻ്റെ വീട്ടിൽ പോയി കൊണ്ടുവരാം. നിങ്ങൾ കാട്ടിൽ പോയി വിറക് വെട്ടിക്കൊണ്ടുവാ. നീ പോയി സാധനങ്ങൾ കൊണ്ടുവാ. നീ വന്നിട്ട് നമുക്ക് ഒരുമിച്ച് പോകാം. അങ്ങനെ ഉണ്ടി അവളുടെ വീട്ടിൽ പോയി അരിയും ശർക്കരയും നെയ്യുമായി തിരിച്ചു പോന്നു. ഉണ്ടൻ ഉണ്ടിയെയും കൂട്ടി വിറകൊടിക്കാൻ കാട്ടിലേക്ക് പോയി. കണ്ണിൽ കണ്ട ചുള്ളിയെല്ലാം പെറുക്കിയെടുത്ത് 2 വലിയ കെട്ടുകളാക്കി. ആ, ഈ കെട്ട് പിടിച്ചോ. ഇത്രയും വിറക് കൊണ്ട് ഒരു 100 ഉണ്ണിയപ്പം ഞാൻ ഉണ്ടാക്കും. എനിക്കും ഉണ്ണിയപ്പം തിന്നാനങ്ങ് കൊതിയായി. അപ്പോഴാണ് ഒരു പ്രശ്നം. ഉണ്ടന്റെ തലയിൽ ആര് വിറക് കെട്ട് വെച്ചു കൊടുക്കും? അയ്യോ, രക്ഷിക്കണേ! ഏയ്, പേടിക്കണ്ട. നിങ്ങൾ പറഞ്ഞതൊക്കെ ഞാൻ കേട്ടു. വിറക് ഞാൻ പിടിച്ചു തരാം. പക്ഷെ എനിക്ക് 10 ഉണ്ണിയപ്പം തരണം. എന്താ? മറ്റു മാർഗങ്ങളില്ലാതെ ഉണ്ടനും ഉണ്ടിയും പുലി പറഞ്ഞത് സമ്മതിച്ചു. അങ്ങനെ ഉണ്ടനും ഉണ്ടിയും വിറകുമായി വീട്ടിലെത്തി. കൊതിമൂത്ത ഉണ്ടി ചെന്നപാടെ അരിപ്പൊടിയും ശർക്കരയും പഴവും കുഴച്ചു മാവുണ്ടാക്കി ഉണ്ണിയപ്പം ചുട്ടു. ആകെ 16 ഉണ്ണിയപ്പം. 10 പുലിക്ക്. നമുക്ക് പിന്നെ ഉണ്ടല്ലോ 6. 3 എനിക്ക്, 3 നിനക്ക്. 3 നല്ല രുചി. നമുക്ക് 2 കൂടെ തിന്നാലോ? പുലി അല്ലല്ലോ ഉണ്ണിയപ്പം ഉണ്ടാക്കിയത്. ഉണ്ണിയപ്പം തിന്നു കഴിഞ്ഞപ്പോ ഉണ്ടന്റെയും ഉണ്ടിയുടെയും കണ്ണ് വീണ്ടും ഉണ്ണിയപ്പ ചട്ടിയിലായി. ഇനി 6 ഉണ്ട് ബാക്കി. പുലി വിറകൊന്ന് പിടിച്ചു തന്നല്ലേ ഉള്ളൂ. അതിന് 2 ഉണ്ണിയപ്പം മതി. ആ, അത് മതി. ഇനി 2 മിച്ചം. അത് മതി ആ കൊതിയൻ പുലിക്ക്. പക്ഷേ പെരുങ്കൊതിച്ചിയായ ഉണ്ടി ഉണ്ടനറിയാതെ 1 കൂടി തട്ടിയെടുത്തു. മിച്ചം ഉണ്ടായിരുന്ന 1 ഉണ്ടി അറിയാതെ ഉണ്ടനും തിന്നു. നേരം സന്ധ്യയായി. ഉണ്ടനും ഉണ്ടിക്കും വെപ്രാളമായി. പുലി വരുമ്പോ നമ്മൾ എന്തു ചെയ്യും? പേടിക്കാതെ, പുലിയെ നമ്മൾ ഓടിക്കും. സന്ധ്യ മയങ്ങിയപ്പോ പുലി വന്നു. ഏയ്, ഇവിടെ ആരും ഇല്ലേ? എവിടെ എൻ്റെ ഉണ്ണിയപ്പം? ഇറങ്ങി വാ. എന്നെ പറ്റിച്ച് ഒളിച്ചിരിക്കുന്നോ? ഞാനിപ്പ കാണിച്ചു തരാം. അയ്യോ, അഹങ്കാരികളെ,
തട്ടിൻപുറത്ത് ഒളിച്ചിരിക്കുന്നു. അയ്യോ, വെള്ളം വെള്ളം, എനിക്ക് വയ്യേ. അയ്യോ, പാമ്പ്. എടിയേ, നമ്മുടെ വിദ്യ ഫലിച്ചു. പുലി കിണറ്റിൽ വീണടിയേ. കിണറ്റിൽ വീണ പുലിയെ കാണാൻ ഉണ്ടനും ഉണ്ടിയും താഴേക്ക് കുതിച്ചു. പക്ഷെ കിണറ്റിൻ കരയിൽ ഒഴിച്ചിരുന്ന എണ്ണയിൽ തെന്നി ഉണ്ടനും ഉണ്ടിയും കിണറ്റിലേക്ക് തന്നെ വീണു. അയ്യോ, രക്ഷിക്കണേ, അയ്യോ. നോക്കണേ, താൻ കുഴിച്ച കുഴിയിൽ താൻ തന്നെ വീണു. തത്തപ്പനങ്കിളിയെ നിൻ കൂടെ പോരിണയോ, നിൻ കൂടെ പോന്നാല് കാലിന് പൊന്നണിയ, കാലിന് പൊന്നണിഞ്ഞാൽ ചെക്കിപ്പേറുക്കണ്ടയോ. തത്തപ്പനങ്കിളിയെ നിൻ കൂടെ പോരിണയോ, നിൻ കൂടെ പോന്നാല് ചിറകിനും പൊന്നണിയ, ചിറകിന് പൊന്നണിഞ്ഞാൽ പാറിപ്പറക്കണ്ടയോ. തത്തപ്പനങ്കിളിയെ നിൻ കൂടെ പോരിണയോ, നിൻ കൂടെ പോന്നാല് ചുണ്ടിന് പൊന്നണിയ, ചുണ്ടിന് പൊന്നണിഞ്ഞാൽ കൊത്തിപ്പേറുക്കണ്ടയോ. തത്തപ്പനങ്കിളിയെ നിൻ കൂടെ പോരിണയോ. എന്റെ കിട്ടു എവിടെ? എന്റെ കിട്ടുവിനെ നിങ്ങൾ എവിടെ കൊണ്ടുപോയി? സത്യം പറഞ്ഞോ, സത്യം പറഞ്ഞോണം. കിട്ടു എവിടെ? അറിയില്ല അമ്മ. കള്ളം പറയുന്നോ? ഞാൻ കണ്ടല്ലോ കിട്ടുവിനെ നിങ്ങളുടെ കൂടെ. സത്യമാക്കുമ്മ, നമ്മ കുളന്തയെ പാത്തു നിന്നത് സത്യമാക്കുമ്മ. പക്ഷേ കൊഞ്ചു നേരം കഴിഞ്ഞപ്പോ അവരെ കാണാനില്ലമ്മ. സത്യം, ഞങ്ങൾ തിരുമ്പിപ്പോയി അവിടെയൊക്കെ പാത്താച്ച്. അവൻ ചേച്ചിയുടെ അടുത്ത് പോണതാക്കൂന്ന് കരുതി ഞങ്ങൾ നടന്നു. ചേച്ചിയുടെ അടുത്ത് പോറേന്ന് അവൻ ചൊല്ലിയാച്ച്. അയ്യോ സത്യം അമ്മ. പിന്നെ കിട്ടു എങ്ങോട്ട് പോയി? അയ്യോ, കാത്തു എവിടെ പോയി? അപ്പൂനെയും കാണുന്നില്ലല്ലോ. ഇനി കിട്ടുവിനെ അന്വേഷിച്ച് കണ്ടന്റെ വീട്ടിൽ പോയോ? കണ്ടനാവും കിട്ടുവിനെ പിടിച്ചേന്ന് കാത്തു പറയുന്നുണ്ടായിരുന്നു. കണ്ടന്റെ വീട്ടിലോ? അയ്യോ, എനിക്ക് വയ്യ. ഒന്ന് സമാധാനപ്പെടു പൂച്ചയമ്മേ, നമുക്ക് എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കാം. അമ്മേ, 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 കിട്ടുവിനെ കണ്ടുപിടിച്ചു. കണ്ടൻ പിടിച്ചോണ്ട് പോയതാ. കണ്ടന്റെ വീട്ടിലുണ്ട്. മോൾ അവനെ കണ്ടോ? കണ്ടു. വേഗം വേഗം നമുക്ക് അവനെ പോയി രക്ഷിക്കണം. എന്റെ കുഞ്ഞിനൊന്നും വരുത്തരുതേ. അന്ത കണ്ട സാമി, കടവുളേ, അവൻ തിരുടനാ. പേരും കള്ളൻ. നിങ്ങളും കൂടെ സഹായിച്ചാലേ കിട്ടുവിനെ രക്ഷിക്കാൻ പറ്റൂ. சொல்லு, உங்களுக்கு எந்த சகாயம் வேணாலும் செய்யற. എനിക്ക് എന്റെ കുഞ്ഞിനെ ഒന്ന് കണ്ടാ മതിയായിരുന്നു.
ഇനി എന്ത് വേണമെന്ന് മുള്ളുപാണ്ടിക്ക് തെറിയും. വാങ്ങ. ആ, നീ നിലവിളിച്ചിട്ടൊന്നും കാര്യമില്ല. നിന്നെ രക്ഷിക്കാൻ ആരും വരില്ല. അത്രയ്ക്കായോ അഹങ്കാരി? കണ്ടസാമേ, ഓയ് കണ്ടസാമേ, വെളിയിൽ വാങ്ങ. ഓ, ഇവന്മാർക്ക് വരാൻ കണ്ട നേരം. കണ്ടസാമി, കണ്ടസാമി, ഓയ് ഓയ് കണ്ടസാമി, വാതില് തുറക്ക്. ഉനക്ക് நல்ல ஒரு மருந்து கொண்டு வந்தாச்சு. തുറക്കണോ? തുറന്ന് വെളിയിലേക്ക് ചെല്ലാം. ഇവന്മാര് വാതില് തല്ലിപ്പൊളിച്ചകത്ത് വന്നാ എല്ലാം പൊളിയും. ഉറക്കമായിരുന്നു, അതുകൊണ്ടാ കേൾക്കാത്തത്. എന്തു വേണം? നമ്മള് ഊருக்கு പോറേ. இந்த மருந்து കൂടി പുരട്ടിക്കോ. നീറൂലല്ലോ. ഇല്ല. ആ, ഏതായാലും ഇനി കാട്ടിലേക്ക് പോവല്ലേ, പുരട്ടിയിട്ട് വെക്കോ. വേഗം വേണം. അയ്യോ, ഓ, അയ്യോ, 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 ഡായ് திருட்டு பயலே, அந்த பூனைக்குட்டி எവിടെടാ? சொல்லு. ഓഹോ, അപ്പൊ അതാണ് കാര്യം. മാറിക്കടാ, കണ്ടനെ കുറിച്ച് നിനക്ക് അറിയില്ല. ഡായ് ഡായ്, അയ്യോ, അയ്യോ, ചേച്ചി കണ്ടൻ എന്നെ പിടിച്ചു. പോട്ടടാ, ചേച്ചി ഇങ്ങ എത്തിയല്ലോ. വാ, അമ്മ വെളിയിലുണ്ട്. അമ്മേ, പോട്ടടാ, സാരില്ല. നീറുന്നമ്മേ. இந்த മരുന്ന് പോട്. ഈ മരുന്നിടുമ്പോ എല്ലാം മാറും കേട്ടോ. കരയില്ലേ? എല്ലാവരും ഒന്നിച്ചു നിന്നതുകൊണ്ട് കിട്ടുവിനെ രക്ഷിക്കാൻ പറ്റി. ഉങ്ക കുളന്ത പെരിയ ബുദ്ധിശാലി അമ്മ. കിട്ടുവിനെ രക്ഷിച്ചത് എന്റെ മോള് തന്നെയാ. ഉമ്മ.
കാത്തു, നീ എങ്ങോട്ടാ? അപ്പൂസേ വാ, നമുക്ക് കളിക്കാൻ പോകാം. പച്ചത്തുള്ളമാരെയും വിളിക്കാം. പച്ചത്തുള്ളമാരെ കാണുന്നില്ലല്ലോ. ഇവിടെ എങ്ങും ഇല്ല. അവരെവിടെ പോയി? വാ കാത്തു, ഇന്ന് നമുക്ക് കുന്നിൻ ചെരുവിൽ പോയി കളിച്ചാലോ? വേണ്ട അപ്പു, നമുക്ക് ഇവിടെ കളിക്കാം. വന്നേ, നിനക്ക് ആ സ്ഥലമൊക്കെ കാണണ്ടേ? മതി അപ്പു, ഇനി അങ്ങോട്ട് പോകണ്ട. അയ്യോ, എനിക്ക് പേടിയാവുന്നു. അതാ കോഴിയമ്മ, കുഞ്ഞുങ്ങളും ഉണ്ടല്ലോ. ഹായ്, എന്ത് രസം. കോഴിയമ്മ കുത്തിപ്പിടിക്കുക. നോക്ക്, അവൻ എന്തോ കൊത്തിയെടുത്തു. മിടുക്കൻ. എന്താ അവിടെ ഒരു അനക്കം? അയ്യോ, കണ്ടൻ. ആ ദുഷ്ടൻ പൂച്ച ഇപ്പൊ അതിനെ പിടിക്കും. അയ്യോ, കണ്ടൻ എവിടെ? കോഴിക്കുഞ്ഞിനെ കാണുന്നില്ലല്ലോ. അപ്പൂ, അപ്പൂസേ, അപ്പൂസ് എവിടെ? മോളെ മോളെ മോളെ. അപ്പോഴോ ദുഷ്ടൻ പൂച്ച കോഴിക്കുഞ്ഞിനെ പിടിച്ചു. അപ്പൂ, കണ്ടം പോയോ? പോയി, അവൻ കോഴിക്കുഞ്ഞിനെ പിടിച്ചോണ്ട് പോയി. നമുക്ക് കോഴിയമ്മയോട് പറഞ്ഞാലോ? വേണ്ട വേണ്ട, കോഴിയമ്മ വിചാരിക്കും നീയാണ് പിടിച്ചതെന്ന്. നീ പറയുന്നത് ഒന്നും കോഴിയമ്മ വിശ്വസിക്കില്ല. വേഗം ഇവിടുന്ന് രക്ഷപ്പെടാം. ഓടിക്കോ, കോഴിയമ്മ ദാ ഇങ്ങോട്ട് വരുന്നു. അയ്യോ അമ്മേ, അയ്യോ അയ്യോ, കാത്തു. രക്ഷപ്പെട്ടു. അമ്മോ, തല ഇറങ്ങുന്നേ. അപ്പു, അപ്പൂസേ, ഞാൻ ഇവിടെ ഉണ്ട്. ഇതെന്താ? ഇതാ ദുഷ്ടൻ പൂച്ചയുടെ കാല് തന്നെ. കാത്തു, നീ പോയി കോഴിക്കുഞ്ഞിനെ രക്ഷിക്ക്, ഞാൻ പുറകെ എത്താം. ആ, ഈ വഴി തന്നെ. ആ, മഞ്ഞക്കിളിയല്ലേ അത്? കാത്തു, നീ എങ്ങോട്ടാ ഈ വഴി? ഞാൻ കോഴിയമ്മയുടെ കുഞ്ഞിനെ അന്വേഷിച്ച് പോവാ. അവളെ കണ്ടം പിടിച്ചോണ്ട് പോയി. കണ്ടനോ? അവനാ മരക്കുറ്റിയുടെ പുറത്തിരിപ്പുണ്ടല്ലോ. ആണോ? എനിക്ക് അവളെ രക്ഷിക്കാൻ പറ്റിയെങ്കിൽ. സൂക്ഷിക്കണേ. അയ്യോ, കണ്ടൻ. കണ്ടം പോയി, ഇനി പോകാം. അവളെ എങ്ങും കാണുന്നില്ലല്ലോ. ഇതവളാണല്ലോ. ഭാഗ്യം, അവൾക്കൊന്നും പറ്റിയിട്ടില്ല. ആ, മുകളിൽ നിന്നായിരിക്കും. അയ്യോ, ഇവിടെയുമില്ല. ആശ്വാസമായി, അവൾ ഇവിടെ ഉണ്ട്. കുഞ്ഞാവേ, പേടിക്കണ്ട, നിന്നെ രക്ഷിക്കാനാ ഞാൻ വന്നത്. നിന്നെ ഞാൻ അമ്മയുടെ അടുത്ത് എത്തിക്കാം കേട്ടോ. അമ്മേ, ഞാനാ. അപ്പൂസേ, നീ എന്നെ പേടിപ്പിച്ചു. വേഗം വാ, കണ്ടം തിരിച്ചെത്തും മുമ്പ് നമുക്ക് കോഴിക്കുഞ്ഞിനെ രക്ഷിക്കാം. കേറി വാ, ശബ്ദമുണ്ടാക്കരുത്. ദാ, അവൾ ഇവിടെ ഇരിപ്പുണ്ട്. വാ കുഞ്ഞാവേ, മുകളിലേക്ക് പറന്ന് കയറ്. പറ്റുന്നില്ല, എനിക്ക് അമ്മയെ കാണണം. എനിക്കൊരു സൂത്രം തോന്നുന്നു. ഈ വള്ളിയും പാട്ടിയും കൊണ്ട് നമുക്ക് ഇവളെ രക്ഷിക്കാം. ശരി, വേഗം വേഗം. ഇവിടെ കെട്ടാം. കേറിക്കോ, ഞാനുണ്ട് പിറകിൽ. പൊങ്ങട്ടെ ഐലസ, പൊങ്ങട്ടെ ഐലസ, പൊങ്ങട്ടെ ഐലസ. ഐലസ രക്ഷപ്പെട്ടു. കാത്തു,
നീ അവളെയും കൊണ്ട് വേഗം രക്ഷപ്പെട്ടോ. ഞാൻ ഈ വള്ളി ഒന്ന് അഴിക്കട്ടെ. അയ്യോ, വള്ളി താഴെ പോയി. ഞാനിത് എടുത്തിട്ട് വരാം. വേഗം വേഗം പൊക്കോ. കണ്ടൻ. നിൽക്കടാ അവിടെ. എന്റെ കോഴിക്കുഞ്ഞെവിടെ? കാത്തു, ഓടിക്കോ. ആഹാ, അത്രക്കായോ? എന്നോടാണോ കളി? നിൽക്കടാ അവിടെ. ഇറങ്ങു വെളിയിൽ. കാണിച്ചു തരാം ഞാൻ. കളി കണ്ടനോട് വേണ്ട. ഓടിക്കോ. അയ്യോ, കണ്ടം കുടുങ്ങിയെന്ന് തോന്നുന്നു. ഇത് തന്നെ അവസരം. അപ്പു, നീ ഇവളെ നോക്കിക്കോ. ഞാൻ ഇപ്പൊ വരാം. അതു, സൂക്ഷിക്കണേ. പറ്റുന്നില്ലല്ലോ. ശ്ശോ, ഇത് അനങ്ങുന്നില്ലല്ലോ. അപ്പുറത്ത് എന്തോ തടയുന്നുണ്ട്. പോയി നോക്കിയാലോ? അയ്യോ, ഒരു കല്ല്. ഇത് മാന്തി മാറ്റാം. അയ്യോ, രക്ഷിക്കണേ. അയ്യോ, അയ്യോ. കണ്ടം വെള്ളത്തിൽ വീണേ. ചേച്ചി, ഓടി വാ. കണ്ടം വെള്ളത്തിൽ വീണു. നമ്മൾ രക്ഷപ്പെട്ടു. ഹായ്, അച്ഛനും അമ്മയും. അമ്മേ, എന്റെ മോളെ കാത്തു ചേച്ചി എന്നെ രക്ഷിച്ചേ. കാത്തു, നിനക്ക് വല്ലാത്ത ധൈര്യം തന്നെ. കണ്ടൻ നിന്നെ ഉപദ്രവിച്ചോ മോളെ? ഇല്ല അമ്മേ. ഭാഗ്യം.